മഞ്ജു വാര്യർ എന്ന വ്യക്തിക്ക് ഏറ്റവും അധികം അടുപ്പമുള്ള ഒരു വ്യക്തി എന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ള ഒരാള് നമുക്ക് കൊണ്ടുവന്നാലോ? ഒന്ന് കണ്ണടച്ച് നിൽക്കുകയോ അല്ലെങ്കിൽ ഒന്ന് തിരിഞ്ഞു നിൽക്കുകയോ, പേടിക്കണ്ട. അങ്ങോട്ട് തിരിഞ്ഞേക്കോ, ഇങ്ങോട്ട് തിരിഞ്ഞോ. ഇനി ഒന്ന് തിരിഞ്ഞു നോക്കോളൂ. ഇത് നമ്മുടെ മഞ്ജു ചേച്ചിയുടെ അമ്മയാണ്. ജീവിതത്തിൽ എന്ത് പ്രതിസന്ധിയോ അല്ലെങ്കിൽ എന്തൊരു ബുദ്ധിമുട്ടുണ്ടായാലും ഒരിക്കൽ പോലും മുഖം വാടാതെ ചിരിച്ചുകൊണ്ട് അതിനെ നേരിട്ട് എന്നും അതിനെ വളരെ ലൈറ്റായി കണ്ടിട്ട് എന്നും എനിക്ക് അത് ഒരുപക്ഷെ അറിഞ്ഞോ അറിയാതെയോ എന്നോ കുട്ടിക്കാലം തൊട്ടേ എനിക്കത് കിട്ടിക്കാണും. അതുകൊണ്ടായിരിക്കും ഇവിടെ പലരും ചോദിച്ചൊരു ചോദ്യത്തിനുള്ള ഉത്തരം നേരിട്ട്. നമസ്കാരം കൂട്ടുകാരെ. നിശബ്ദത കൊണ്ട് ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ കഴിയുമെന്ന് മഞ്ജു വാര്യർ തെളിയിച്ചു കഴിഞ്ഞു. 14 വർഷം ഒരു വീടിന്റെ 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടിയ ഒരു പെൺകുട്ടി തന്റെ രണ്ടാം വരവിൽ ഒരു ഇൻഡസ്ട്രിയുടെ തന്നെ ലേഡി സൂപ്പർ സ്റ്റാറായി മാറിയത് വെറും ഒരു ഭാഗ്യമല്ല, അത് കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങും അതിലേറെ വലിയ പോരാട്ട വീര്യവുമാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 2026 ജനുവരി 9 നടി ശോഭന പങ്കുവച്ച ആ ഒരു വൈറൽ കുറിപ്പിനെ കുറിച്ചല്ല, മറിച്ച് ആ വരികൾക്കിടയിലുള്ള മഞ്ജു വാര്യർ എന്ന അതിജീവനത്തിന്റെ രാഷ്ട്രീയത്തെ കുറിച്ചാണ്. 1990കളുടെ അവസാനം മലയാള സിനിമയുടെ ഉന്നതിയിൽ നിൽക്കുമ്പോഴാണ് മഞ്ജു വാര്യർ ദിലീപുമായുള്ള ആ ഒരു വിവാഹത്തിന് ശേഷം സിനിമ ഉപേക്ഷിക്കുന്നത്. അന്ന് ആരാധകർ സങ്കടപ്പെട്ടെങ്കിലും സമൂഹം അതിനെ വിളിച്ചത് കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള ത്യാഗം എന്നായിരുന്നു. എന്നാൽ വർഷങ്ങൾക്കിപ്പുറം 2014 ആ ബന്ധം വേർപിരിഞ്ഞപ്പോൾ അതേ സമൂഹം മഞ്ജുവിനെ ക്രൂശിച്ചു. ആരോപണങ്ങൾ എന്തായിരുന്നു? ഒരമ്മ തന്റെ മകളെ ഉപേക്ഷിച്ച് സിനിമയ്ക്ക് പിന്നാലെ പോകുന്നു എന്നതായിരുന്നു പ്രധാനമായിട്ടുള്ള ആരോപണം. മലയാള സിനിമയിൽ തന്നെ പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയുമായിട്ടുള്ള വേർപിരിയൽ മഞ്ജുവിന്റെ കരിയർ അവസാനിപ്പിക്കുമെന്ന് പലരും പ്രവചിച്ചു. പക്ഷേ ഹൗ ഓൾഡ് ആർ യു എന്നുള്ള ഒരൊറ്റ ചിത്രം കൊണ്ട് തന്നെ പ്രായം തളർത്താത്ത സ്വപ്നങ്ങളുടെ ഒരു പ്രതിരൂപമായിട്ട് അവർ മാറി. നമുക്കറിയാലോ, 2017 ഫെബ്രുവരിയിലെ കൊച്ചിയിലെ നടി ആക്രമിക്കപ്പെട്ട ആ ഒരു സംഭവം അത് കേരളത്തെ ആകെ നടുക്കിയ ഒരു സംഭവമായിരുന്നു. അവിടെയാണ് മഞ്ജു വാര്യർ എന്ന വ്യക്തിയുടെ കരുത്തും നമ്മൾ കണ്ടത്. ആ കേസിൽ ഗൂഢാലോചന ഉണ്ടെന്ന് ആദ്യം വിരൽ ചൂണ്ടിയത് മഞ്ജു തന്നെയായിരുന്നു. പിന്നീടുള്ള സംഘടനയുടെ രൂപീകരണത്തിനും മഞ്ജു വാര്യർ പങ്കാളിയുമായി. തന്റെ മുൻ ഭർത്താവ് പ്രസ്ഥാനത്ത് നിൽക്കുന്ന ഒരു കേസിലെ അതിജീവിതയ്ക്കൊപ്പം ഉറച്ചു നിൽക്കാൻ മഞ്ജു കാണിച്ച ആ ഒരു ആർജവം സമാനതകളില്ലാത്തത് തന്നെയാണ്. പല വമ്പൻ നടന്മാരും മൗനം പാലിച്ചപ്പോഴും മഞ്ജു കോടതിയിൽ സാക്ഷിയായി എത്തി. തന്റെ നിലപാടിൽ അവർ ഉറച്ചു നിന്നു. ഇത് കേവലം ഒരു വ്യക്തിയോടുള്ള എതിർപ്പല്ല, മറിച്ച് അനീതിക്കെതിരെയുള്ള ഒരു സ്ത്രീയുടെ പോരാട്ടമായിരുന്നു അത്. ഇവിടെ എഴുത്തുകാരിയായിട്ടുള്ള ശാരദ കുട്ടി മഞ്ജുവിനെ വിശേഷിപ്പിച്ചത് എന്താണ്? കുടുംബമില്ലെങ്കിൽ പോലും ഒന്നും നഷ്ടപ്പെടില്ല എന്ന് തെളിയിച്ചവൾ എന്നായിരുന്നു. എന്നാൽ ഇത് മഞ്ജുവിന്റെ വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റത്തെ അടയാളപ്പെടുത്താനാണ് അവർ ഇത് ശ്രമിച്ചത്. എന്നാൽ ഇതിനോട് നടി ശോഭന പ്രതികരിച്ചത് ശ്രദ്ധേയമാണ്. ശോഭനയുടെ നിരീക്ഷണം എന്താണ്? ശോഭന പറയുന്നത് മഞ്ജു ഒറ്റയ്ക്കല്ല എന്നാണ്. നമ്മൾ കാണുന്ന ഭർത്താവ്, ഭാര്യ, മക്കൾ, ഈ പരമ്പരാഗത ചട്ടക്കൂടിൽ പുറത്ത് മഞ്ജുവിന് ഒരു വലിയ കുടുംബം തന്നെയുണ്ട്. സുഹൃത്തുക്കളും ആരാധകരും സഹപ്രവർത്തകരും. ഇതിനെ നമുക്ക് ചോസൺ ഫാമിലി എന്ന് വിളിക്കാം. അതായത് രക്തബന്ധത്തെക്കാൾ ശക്തമായിട്ടുള്ള ആത്മബന്ധങ്ങൾ. ഇപ്പോഴും സോഷ്യൽ മീഡിയ കമന്റുകൾ മഞ്ജുവിനെ കുടുംബം തകർത്തവൾ എന്ന് വിളിക്കുന്നവരുമുണ്ട്. ഒരു പുരുഷൻ വിവാഹമോചനം നേടിയാൽ അയാൾക്ക് മറ്റൊരു ജീവിതം ഉടൻ ലഭിക്കുന്നു. എന്നാൽ ഒരു സ്ത്രീ അത്ര തീരുമാനമെടുത്താലോ അവൾ മരണം വരെ വിചാരണ ചെയ്യപ്പെടുന്നുണ്ട്. മഞ്ജുവിനെതിരെ ഇന്നും നടക്കുന്ന സൈബർ ആക്രമണങ്ങൾ നമ്മുടെ പുരുഷാധിപത്യ സമൂഹത്തിന്റെ ഒരു ഭയമാണ്. മഞ്ജു വാര്യർ ഇന്ന് ഓരോ പെൺകുട്ടിക്കും നൽകുന്ന സന്ദേശവും ലളിതമാണ്. നിശബ്ദമായിട്ടുള്ള ഒരു ആയുധമാണ്. അതായത് ആരോപണങ്ങൾക്കും പരിഹാസങ്ങൾക്കും അവർ മറുപടി നൽകിയത് ഇന്റർവ്യൂകളിലൂടെയൊന്നുമല്ല, മറിച്ച് തന്റെ സിനിമകളിലൂടെയും ബൈക്ക് യാത്രകളിലൂടെയും ഒക്കെയാണ്. ഒരു സ്ത്രീക്ക് സ്വന്തമായിട്ട് വരുമാനവും കരിയറും ഉണ്ടെങ്കിൽ ലോകത്തിന്റെ ഏതു കോണിലും അവൾക്ക് തലയുയർത്തി നിൽക്കാം. പ്രായം ഒരു തടസ്സമല്ല. അതായത് 40കളിലും ബൈക്ക് ലൈസൻസ് എടുക്കുന്നതും തമിഴിലും മലയാളത്തിലും സൂപ്പർ ഹിറ്റുകൾ നൽകുന്നതും നമ്മളോട് പറയുന്നത് ഇതൊരു തുടക്കം മാത്രമാണ് എന്നതാണ്. ഇവിടെ ശോഭന പറഞ്ഞതുപോലെ തന്നെ മഞ്ജുജിക്ക് ഒരു കുടുംബമുണ്ട് എന്നുള്ള ആ കുടുംബത്തിൽ നമ്മളും അംഗങ്ങളാണ്. ഈ ഒരു ചർച്ചയെ വെറും സിനിമാ താരങ്ങൾക്കിടയിലുള്ള സംഭാഷണമായിട്ടല്ല നമ്മൾ കാണേണ്ടത്. ഇതിലൊരു വലിയ സോഷ്യൽ അനാലിസിസ് തന്നെയുണ്ട്. പതിറ്റാണ്ടുകളായിട്ട് നമ്മുടെ സമൂഹം ഒരു സ്ത്രീയെ നിർവചിക്കുന്നത് അവൾക്ക് ചുറ്റുമുള്ള പുരുഷന്മാരെയും കുടുംബത്തെയും വെച്ചാണ്. ഒന്നുകിൽ അവൾ ആരുടെയെങ്കിലും ഭാര്യയോ അല്ലെങ്കിൽ അമ്മയോ ആയിരിക്കണം. ആ ചട്ടക്കൂടിന് പുറത്ത് അവൾ സ്വന്തം ഇഷ്ടപ്രകാരം യാത്ര ചെയ്യാനോ പുതിയ ഹോബികൾ കണ്ടെത്താനോ ശ്രമിക്കുമ്പോൾ സമൂഹം അവളെ ഒറ്റപ്പെട്ടവൾ എന്ന് മുദ്ര കുത്താൻ ശ്രമിക്കും.
ശാരദക്കുട്ടിയുടെ കുറിപ്പിൽ വന്ന ആ ഒരു കുടുംബമില്ലെങ്കിൽ എന്നുള്ള പ്രയോഗത്തോട് ശോഭന വിയോജിച്ചത് ഈ ഒരു സാമൂഹിക ബോധത്തെ തിരുത്താനാണ്. മഞ്ജു വാര്യർ നമുക്ക് മുന്നിൽ തുറന്നു കാട്ടുന്ന ഒരു പുതിയ സാമൂഹിക യാഥാർത്ഥ്യമുണ്ട്. സപ്പോർട്ട് സിസ്റ്റം എന്നത് അത് രക്തബന്ധങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. സുഹൃത്തുക്കളും സഹപ്രവർത്തകരും അല്ലെങ്കിൽ അവരെ സ്നേഹിക്കുന്ന ഒരു വലിയ സമൂഹം, ഇവരൊക്കെ ചേരുന്നതാണ് ഒരു വ്യക്തിയുടെ യഥാർത്ഥ കുടുംബം എന്ന് പറയുന്നത്. ഇവിടെ മഞ്ജു വാര്യർ സ്വന്തം ജീവിതം കൊണ്ട് തെളിയിക്കുന്നതും വിവാഹമോചനമോ ഒറ്റയ്ക്കുള്ള ജീവിതമോ ഒരു സ്ത്രീയുടെ അവസാനമല്ല, മറിച്ച് അത് പുതിയൊരു തുടക്കമാകാം എന്നതാണ്. എന്തായാലും ഈ വീഡിയോയിലൂടെ നമുക്ക് പങ്കുവെക്കാനുള്ള സന്ദേശം ലളിതമാണ്. നിങ്ങളുടെ സന്തോഷം കണ്ടെത്താനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്ക് മാത്രമാണ്. പ്രതിസന്ധികളിൽ വീണു പോകുമ്പോൾ മൗനം കൊണ്ടും അധ്വാനം കൊണ്ടും മറുപടി നൽകുക. പ്രായമോ സാഹചര്യങ്ങളോ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് തടസ്സമാകാൻ അനുവദിക്കരുത്. മഞ്ജു വാര്യർ തന്റെ 40കളിൽ ബൈക്ക് യാത്രകൾ ആസ്വദിക്കുമ്പോൾ നമുക്ക് നൽകുന്ന പാഠം എന്താണ്? സ്വയം സ്നേഹിക്കാൻ പഠിക്കുക എന്നതാണ്. മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടി കാത്തു നിൽക്കാതെ സ്വന്തം വഴി വെട്ടിത്തെളിക്കുക എന്നതാണ്. മഞ്ജു വാര്യരുടെ ഈ യാത്രയും ശോഭന നൽകിയ ഈ കരുത്തുറ്റ പിന്തുണയും നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? സിനിമയ്ക്കും അപ്പുറം ഓരോ സ്ത്രീയും സ്വന്തമാക്കേണ്ട ഒരു ആത്മവിശ്വാസമല്ലേ ഇത്? നിങ്ങളുടെ ചിന്തകൾ താഴെ കമന്റ് ആയിട്ട് തീർച്ചയായിട്ടും രേഖപ്പെടുത്തുമല്ലോ. ഈ വിശകലനം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, പങ്കുവെക്കുക. ഇതുപോലെയുള്ള സാമൂഹിക വിഷയങ്ങളെ കുറിച്ചുള്ള കൂടുതൽ ചർച്ചകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം.